എലിമിനേഷൻ കഴിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു നൈറ്റ് ക്ലബ്ബിൽ പോകുന്നുണ്ട് എസ്കോബാർ. രാത്രിയുടെയും പുലരിയുടെയും നടുവിൽ പാർക്കിംഗ് ലോട്ടിൽ ഏകനായി നിൽക്കുന്ന എസ്കോബാറിന്റെ അരികിൽ 3 പേരെത്തി. തർക്കങ്ങൾക്കൊടുവിൽ അവർ .38 കാലിബർ പിസ്റ്റൾ കയ്യിലെടുത്തു. പിന്നെ ഒരു കമന്ററി പോലെ ഗോളെന്ന് ഓരോ തവണയും ആർത്ത് വിളിച്ചുകൊണ്ട് എസ്കോബാറിന്റെ നെഞ്ചിലേക്ക് 6 തവണ നിറയൊഴിച്ചു. പന്തിനെ പ്രതിരോധിച്ച എസ്കോബാറിന് പക്ഷേ ആ സെൽഫ് ഗോൾ പോലെ തോക്കിനെയും പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ രണ്ടാമതും പരാജയപ്പെടുമ്പോൾ പക്ഷെ ഇത്തവണ അത് ജീവിതത്തിന് തന്നെ ഫൈനൽ വിസിൽ മുഴങ്ങുകയായിരുന്നു. ഒരു കാൽപന്ത് കളിയുടെ പകുതി സമയത്തോളം രക്തത്തിൽ കുളിച്ചു കിടന്ന എസ്കോബാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും തൻ്റെ 27-ാം വയസ്സിൽ അയാൾ എന്നേക്കുമായി ഫുട്ബോളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ബൂട്ടഴിച്ചു വെച്ചിരുന്നു. കൊളംബിയക്കാർക്ക് ഇന്ന് എസ്കോബാർ ദ ഇമോർട്ടൽ നമ്പർ 2 എന്നാണ് അറിയപ്പെടുന്നത്. മരണത്തിന് തൊട്ടു മുമ്പ് ഒരു പത്രത്തിൽ എസ്കോബാറിൻ്റെതായി അച്ചടിച്ചു വന്ന ഒരു വാചകം ഇങ്ങനെയാണ്: വളരെ അപൂർവമായ അനുഭവമായിരുന്നു വേൾഡ് കപ്പ്. നമ്മളിനിയും താമസിയാതെ കാണും. കാരണം ജീവിതം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. എന്നാൽ ബെറ്റിങ്ങിൽ പരാജയപ്പെട്ട ഡ്രഗ് കാർട്ടൽസിന്റെ പ്രതികാരത്തിന് മുന്നിൽ ആർക്കും പറ്റാവുന്ന ഒരു പിഴവിന്റെ പേരിൽ എസ്കോബാറിന്റെ ജീവിതവും അവസാനിച്ചു.